ഇന്ന് വിഷുവായത് കാരണം നമ്മുടെ കൂട്ടുകാരൊക്കെ ആഘോഷത്തിലൊക്കെ ആയിരിക്കും. അപ്പോൾ ഞാനും നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ഹാപ്പി വിഷു ആശംസകൾ പറഞ്ഞുകൊള്ളുന്നു. കുറച്ച് മീനുകൾ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനിയും കുറേ നാളത്തേക്ക് കുറേ മീനുകളൊക്കെ ഒന്നും നമ്മൾ പരിചയപ്പെടുത്താനായിട്ട് നിൽക്കുന്നില്ല. ഏതായാലും ഇന്ന് കിട്ടിയ കുറച്ച് മീനുകൾ നമ്മുടെ കൂട്ടുകാർക്കൊന്ന് പരിചയപ്പെടുത്തി തരാം കേട്ടോ. അപ്പോൾ നമ്മളീ കാണുന്നതാണ് പൂന്തി സ്രാവ് എന്ന് പറയുന്നത്. സ്രാവുകളിൽ പല വെറൈറ്റികളുണ്ട്. ഈ സ്രാവിനെ നമ്മൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലിൽ കൂടെ നമ്മുടെ കൂട്ടുകാർക്ക് പരിചയപ്പെടുത്തി തരുന്നത്. അപ്പോൾ രണ്ടാമത് നമ്മൾ കാണുന്നതെന്ന് പറയാം മേശ്രാവ് എന്ന് പറയും കേട്ടോ. മേശ്രാവിൻ്റെ കുഞ്ഞാണ് കേട്ടോ ഇത്. അപ്പോൾ ഏതായാലും ഇതൊക്കെ 1 കിലോ 1.5 കിലോ ഒക്കെ സൈസ് വരുന്ന സാധനമാണ്. അപ്പോൾ ഇതിനെ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വറുത്തരച്ചൊക്കെ കറി വയ്ക്കണം കേട്ടോ. സ്രാവ് വർഗ്ഗങ്ങളെല്ലാം അങ്ങനെ തന്നെയാണ്. തിരണ്ടിയും അതുപോലെ തന്നെയാണ്. മസാലയൊക്കെ വറുത്ത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റൊക്കെ വേറെ തന്നെയാണ് കേട്ടോ. പ്രത്യേകിച്ച് ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ടാണ് നമ്മളും അതുപോലെ തന്നെ വെളിയിൽ നിന്നൊക്കെ വരെ നമ്മുടെ കൂട്ടുകാരും ചെയ്യുന്നത്. അപ്പോൾ ഇനിയും കാണുന്നത് നമ്മൾ കുറുവല മീനാണ് കേട്ടോ. കുറുവല മീനിൻ്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ നമ്മുടെ കൂട്ടുകാർക്ക് അറിയാം. ഇത് നമ്മൾ എണ്ണക്കറി വെച്ച് കഴിക്കേണ്ട സാധനമാണ്. ഫ്രൈ ചെയ്താലും കറി വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ചെയ്താലും അടിപൊളി സാധനം തന്നെയാണ്. അപ്പോൾ വേറൊരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്ന എല്ലാ മീനും നിങ്ങൾക്ക് 100% വിശ്വസിച്ച് വാങ്ങിച്ച് കഴിക്കാൻ പറ്റിയ മീനുകളാണ്. അപ്പോൾ മറക്കണ്ട, നമ്മൾ ഇനിയും കാണിച്ചു തരാൻ പോകുന്നത് വളയോടെന്ന് പറയുന്ന മീനാണ് കേട്ടോ. നമ്മൾ പല വീഡിയോസിലും പരിചയപ്പെടുത്തിയിട്ടുള്ള മീൻ തന്നെയാണ് ഈ കാണുന്ന വളയോട് മീൻ. അപ്പോൾ ഇത് റെയറായിട്ട് വരുന്ന സാധനമാണ് കേട്ടോ. ഞാൻ നേരത്തെയും ഒരുപാട് മീനുകളെ പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന മീനും അതുപോലെ ഞാൻ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തുന്ന മീനുകളും നിങ്ങൾ മാക്സിമം 100% വാങ്ങിച്ച് കഴിക്കാൻ പറ്റിയ മീനുകൾ തന്നെയാണ്. അപ്പോൾ ഈ മീനിനെ ഞാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. നമ്മുടെ വീഡിയോസൊക്കെ കണ്ട് ഇപ്പോൾ കടപ്പുറത്ത് നിൽക്കുന്ന ആൾക്കാർ തന്നെ പറയുന്നു, വെളിയിൽ നിന്നൊക്കെ വരുന്നവരിപ്പോൾ ഏറ്റവും കൂടുതൽ വാങ്ങിച്ചുകൊണ്ട് പോകുന്നത് ഈ മട്ടുപ്പണി പാരിപ്പണിക്കൊക്കെ വരുന്ന മീനുകളാണ്. മളുവ മീനാണ് കേട്ടോ ഇത്. തമ്പാൻ മളുവൻ എന്നൊക്കെ പറയേ. അപ്പോൾ ഈ കാണുന്നത് കലവ മീനാണ് കേട്ടോ. കരിപ്പട്ടി കലവയെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കലവയിൽ എത്ര തരം വെറൈറ്റികളുണ്ടെന്ന് നമ്മുടെ വീഡിയോ കൂടെ തന്നെ ഞാൻ ഒരുപാട് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കാണുന്നത് കരിപ്പട്ടി കലവയാണ് കേട്ടോ. ഇതിൻ്റെ വേറെ ഒരു വെറൈറ്റി വരും കേട്ടോ. ഒരു വെറൈറ്റി അല്ല, ഒരുപാടുണ്ട്. എന്നാൽ ഇതിനേക്കാളും കറുത്ത ഒരു സാധനം വരും. അതിനെ നമ്മുടെ ഇവിടെ മൂട്ടാൻ മീൻ എന്നാണ് പറയുന്നത് കേട്ടോ അതിനെ. അപ്പോൾ ഇനിയും കാണുന്നത് ചേമീനാണ്. ചേമീൻ നമ്മുടെ പല വീഡിയോസിലും നമ്മുടെ കൂട്ടുകാർ ഞാൻ കാണിച്ചു തന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം വാങ്ങി സ്ട്രെയിറ്റായിട്ട് കീറിയ ചെറിയൊരു ഉപ്പ് തേച്ച് പിറ്റേ ദിവസം എടുത്ത് കറി വെച്ച് നോക്കണം കേട്ടോ. ഇത് വെള്ളക്കലവയാണ്. ഇതിൻ്റെ വേറൊരു വെറൈറ്റി ഉണ്ട്, കണ്ണുതള്ളി കലവയെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ഈ കാണുന്ന കലവ മീനും ഞാൻ ഒരുപാട് വീഡിയോസിൽ നമ്മുടെ കൂട്ടുകാർ കാണിച്ചു തന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇനി നമ്മൾ കാണാൻ പോകുന്നതാണ് നവര മീൻ കേട്ടോ. ഇത് യഥാർത്ഥത്തിൽ നമ്മുടെ വിഴിഞ്ഞത്തൊക്കെ പറയുന്നത് ചെമ്മീൻ എന്നാണ് നേരത്തെയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ അറിയപ്പെടുന്നത് നവര എന്നാണ് കേട്ടോ. ഇപ്പോൾ ഈ കാണുന്ന മീന് നമ്മുടെ വിഴിഞ്ഞത്ത് പറയുന്നത് മുള്ളി എന്നാണ്. യഥാർത്ഥ പേര് മുള്ളിയാണ്. എന്നാലും ചില സ്റ്റാളുകളിലൊക്കെ പേര് പറഞ്ഞു കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ കല്ലന്നവര എന്നൊക്കെ പറഞ്ഞു കൊടുക്കും കേട്ടോ. ടേസ്റ്റ് അടിപൊളി സാധനമാണ്. പിന്നെ കാണുന്നതെന്ന് പറഞ്ഞാൽ പല്ലം പോള കേട്ടോ. ഈ കാണുന്ന സാധനം ഇപ്പം സ്ഥിരമായിട്ട് നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് ഉച്ചയ്ക്ക് 12 മണിക്ക് ശേഷം വരുന്ന ഒരു സാധനമാണ്. കാണുന്നുണ്ടല്ലോ, ടേസ്റ്റുകളിൽ ഒട്ടും പുറകിലല്ലാത്ത കുറേ മീനുകളാണ് നമ്മുടെ കൂട്ടുകാർ കാണിച്ചത്. വാങ്ങിച്ച് കഴിച്ച് നോക്കാം. ഓക്കെ.